ഹേ എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരു ന്യൂ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്താണ് കുറേ വേസ്റ്റ് ട്യൂബ്സൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് മൈലാഞ്ചി ട്യൂബ് ഫ്രീസറിൽ കുറേ കാലമായിട്ട് ഇങ്ങനെ ബാലൻസ് ആയിട്ട് ഇരുന്നിരുന്നു. നമ്മളിപ്പോൾ ഒരു ട്യൂബ് ഉപയോഗിച്ചാൽ അതിലെന്തായാലും കുറച്ച് മൈലാഞ്ചി ബാക്കി ഉണ്ടാവുമല്ലോ, അത് നേരെ ഫ്രീസറിൽ വെക്കും. കുറേ കാലമായിട്ട് അങ്ങനെ കുറേ ട്യൂബ് അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ലാസ്റ്റ് ഒരു 10-12 ട്യൂബൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ചെയ്യാറാണ് പതിവ്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാം, ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ ഞെക്കി പീച്ചെടുക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് ആൾക്കെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇത് ഓർഗാനിക് മെഹന്തിയാണ്. നമ്മൾ 40 രൂപക്കും 50 രൂപക്കും ഒക്കെ വാങ്ങിച്ചിട്ടുള്ള മൈലാഞ്ചി ആയിരിക്കും. അപ്പോൾ ഇതിൽ കുറച്ചെങ്കിലും പേസ്റ്റ് ബാക്കിയുണ്ടെങ്കിൽ അത് വെറുതെ വേസ്റ്റാക്കി കളയുമ്പോൾ ഒരു മനസ്സിനൊരു ഇടങ്ങേറല്ലേ. സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന 10 രൂപയുടെ കോൺസൊക്കെ ആണെങ്കിൽ പോട്ടേന്ന് വെക്കാം. അപ്പോൾ ഇതിൽ കുറച്ചാണെങ്കിലും ഇങ്ങനെ ഒരുപാട് ട്യൂബൊക്കെ ആകുമ്പോൾ ഇത്രയും പേസ്റ്റ് നമുക്ക് വെറുതെ കിട്ടും. അത് വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനൊരു പണി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും പേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു സ്പാച്ചുല എന്തെങ്കിലും വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിലേക്ക് കൂടുതൽ വെള്ളമോ അല്ലെങ്കിൽ പൗഡറോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ. ജസ്റ്റ് ആ ഒരു പേസ്റ്റ് മാത്രം 5 മിനിറ്റ് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എത്രത്തോളം മിക്സാക്കുന്നോ അത്രയും നമുക്ക് നല്ല സ്മൂത്ത് ഫൈൻ പേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് ടൈം, ഒരു 5 മിനിറ്റൊക്കെ അങ്ങനെ ഇളക്കിയെടുത്താൽ മതി. പിന്നെ ചിലർക്കുള്ള ഡൗട്ടാണ് ഇതിനി ഡൈ റിലീസിന് വെക്കണോ എന്നുള്ളത്. അതൊന്നും വേണ്ട കേട്ടോ, കാരണം നമ്മളിത് പ്രാക്ടീസിനാണ് ഇനി യൂസ് ആക്കുക, അല്ലാണ്ട് സ്റ്റെയിൻ കിട്ടാൻ വേണ്ടിയിട്ടല്ല. കുറേ മുമ്പത്തെ ട്യൂബ്സ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ഇത് സ്റ്റെയിൻ കിട്ടൂല. അപ്പോൾ ഇത് വെറും പ്രാക്ടീസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യാനായിട്ടൊക്കെയാണ് ഈ ട്യൂബ് യൂസ് ആക്കുക. അപ്പോൾ ഇനി നമുക്കിത് ഒരു കോണിലാക്കണം. സാധാരണ ഞാൻ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് കോണിലാക്കുക. പക്ഷേ ഇത് വളരെ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് തന്നെ നേരിട്ട് കോൺസിലാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു സെല്ലോഫെയിൻ ഷീറ്റ് എടുത്തിട്ട് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ തലപ്പിലൊരു ബോൾ പിന്ന് വെച്ചിട്ട് ആ ഹോളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്തിട്ട് നല്ല സേഫായിട്ട് തന്നെ സെല്ലോ ടാപ്പ് വെച്ചിട്ട് ക്ലോസ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പേസ്റ്റ് നിറക്കുകയാണ്. ഒരു ബൗളിലോ ഗ്ലാസ്സിലോ എന്തിലെങ്കിലും കോൺ ഇറക്കി വെച്ചിട്ട് സ്പൂണ് വെച്ചിട്ട് പതുക്കെ കെയർഫുള്ളായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പേസ്റ്റ് നിറക്കുകയാണ്. പൈപ്പിംഗ് ബാഗിലാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും, പക്ഷേ ഇത് അതിലേക്കൊന്നും ആക്കാനായിട്ടില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് സ്പൂണ് വെച്ചിട്ട് ഫില്ലാക്കി എടുക്കുന്നത്. എന്നിട്ട് ഇത് നമ്മൾ കോണ് സീലാക്കും കൂടെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ വീഡിയോ ഇതിൽ എടുക്കാനായിട്ട് മറന്നുപോയതാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക, സീലിംഗ് എങ്ങനെയാണെന്ന് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിയിലുള്ള 2 കോണാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വെറുതെ വേസ്റ്റാക്കി കളഞ്ഞാൽ ഇത് നല്ല സ്മൂത്തായിട്ട് വരുന്നുണ്ട് കേട്ടോ. പേസ്റ്റ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വരച്ച് പഠിക്കാനും അതേപോലെ വീഡിയോസൊക്കെ ചെയ്യാനായിട്ടുള്ള കോൺസ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് തോന്നുന്നവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സും കമൻസും ഒക്കെ അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.